കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടു. കാർത്തിക്, ഇപ്പോൾ അഭിജിത്ത് ദീപ്കെ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഇനിയാണ് ഒരു പക്ഷേ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോവുക എന്ന് വ്യക്തമാവുക. അഭിജിത്ത് ദീപ്കെ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്താണ് പ്രതികരിക്കുന്നത്? അദ്ദേഹം എന്തോ പുറത്തെത്തിയ ഉടൻ തന്നെ മൈക്കിന് മുന്നിൽ എന്തോ അറിയിച്ചു. ഇനി എങ്ങോട്ടാണ് നീങ്ങുക, ഇനി എന്താണ് അടുത്ത നടപടികൾ എന്നൊക്കെയാണ് കാത്തിരുന്ന് കാണേണ്ടത്. അത്യന്തം ആകാംക്ഷഭരിതമായിട്ടുള്ള നിമിഷങ്ങളാണ് ഡൽഹിയിൽ. വർഷങ്ങൾ മുമ്പ് കണ്ട പ്രതിഷേധ ജ്വാലകൾ അത് എത്രമാത്രം വലിയ തോതിൽ ഉണർന്നു, അത് വളർന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ ഒരു കൂട്ടായ്മയിലേക്ക്, അതുപോലെ ഒരു സംഘടനാ തലത്തിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നൊക്കെ കാത്തിരിക്കാം. സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ആ ഒരു ഹൈപ്പ്, ആ ഹൈപ്പിനപ്പുറത്തേക്ക് എത്രമാത്രം ഒരു സംഘടനാ ബലം ഇതിലുണ്ടാകുമെന്നൊക്കെയാണ് അറിയേണ്ടത്. എന്നാൽ US-ൽ നിന്നും പുറത്തിറങ്ങിയ അഭിജിത്ത് ദീപ്കെ ഇതാ ഇപ്പോൾ വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക്. കാർത്തിക്, ഇനി എങ്ങോട്ട് എന്നുള്ളതാണ്. നേരെ ജന്തർ മന്ദറിലേക്കാണോ അതോ പോലീസ് സ്റ്റേഷനിലേക്കാണോ, എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? എൽദോ 9:15 അഭിജിത്ത് ദീപ്കെ ഇപ്പോൾ വിമാനത്താവളത്തിന് പുറത്തേക്ക് എത്തിയിരിക്കുന്നു. വാഹനത്തിൽ ജന്തർ മന്ദറിലേക്ക് പോകുന്നു. ഒപ്പം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വക്താക്കൾ ഇപ്പോൾ അവരുടെ എക്സ് അക്കൗണ്ടുകളിലൂടെ ഔദ്യോഗികമായി അനൗൺസ് ചെയ്തിരിക്കുന്നു. പെർമിഷൻ ഫോർ ദ കോക്രോച്ച് പ്രൊട്ടസ്റ്റ് സെക്യൂർഡ് ഫ്രം അതോറിറ്റീസ്. ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. അതായത് ജന്തർ മന്ദറിൽ പ്രതിഷേധത്തിന് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് അനുമതി ലഭിച്ചിരിക്കുന്നു. എവരി വൺ പ്രൊസീഡ് സ്ട്രേറ്റ് ടു ജന്തർ മന്ദർ. എല്ലാവരും ജന്തർ മന്ദറിലേക്ക് നീങ്ങുക എന്നാണ് പാർട്ടിയുടെ വക്താവ് തന്നെ ഇപ്പോൾ എക്സിലൂടെ അറിയിച്ചിരിക്കുന്നത്. പാർലമെന്റ് സ്ട്രീറ്റിലേക്ക് പോകരുത്, പ്ലീസ് കം ഡയറക്ട്ലി ടു ജന്തർ മന്ദർ. ജന്തർ മന്ദറിലേക്ക് എല്ലാ പ്രവർത്തകരും നേരിട്ടെത്തണം. ഇതാണ് സോഷ്യൽ മീഡിയയിലൂടെ പാർട്ടി വക്താക്കളുടെ ആഹ്വാനം. ഒപ്പം ധർമ്മേന്ദ്ര പ്രധാനെതിരായ മുദ്രാവാക്യം കൂടി അവരുടെ എക്സിൽ പങ്കുവച്ചിരിക്കുന്നു. അതായത് ശക്തമായ ഒരു പ്രതിഷേധമാവും വരും മണിക്കൂറുകളിൽ കാണുക. സ്വാഭാവികമായും ജെൻസിയുടെ പ്രതിഷേധം എന്തൊക്കെ തരത്തിൽ വ്യത്യസ്തമായിരിക്കും ആ പ്രതിഷേധം എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നമുക്ക് കാണാം, ഈ പ്രതിഷേധത്തിനായി രാവിലെ മുതൽ തന്നെ ഡൽഹിയിലെത്തിയ പല പ്രവർത്തകരും അവരുടെ വേഷവിധാനങ്ങളിൽ തന്നെ വ്യത്യസ്തതയായിരുന്നു. അതായത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ടീഷർട്ട്, അവരുടെ ക്യാപ്പ്, ഒപ്പം കയ്യിൽ ദേശീയ പതാക, പാർട്ടി ആഹ്വാനം ചെയ്തതുപോലെ ഒപ്പം പുസ്തകം, അങ്ങനെ പാർട്ടി നിർദ്ദേശം പാലിച്ചുകൊണ്ട് സമാധാനപരമായി പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രവർത്തകർ അവിടെ എത്തിയിരിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വക്താക്കൾ നൽകിയ ശ്രദ്ധേയമായ മറ്റൊരു നിർദ്ദേശം പോലീസ് ഉദ്യോഗസ്ഥർക്കോട് അനുഭവപൂർണ്ണവും സ്നേഹപൂർണ്ണവുമായി പെരുമാറണമെന്നാണ്. അവർക്ക് പൂക്കൾ നൽകി സ്വീകരിക്കണം എന്നൊക്കെയായിരുന്നു ആഹ്വാനം. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ തോതിലുള്ള പങ്കാളിത്തമുണ്ട്. ഇപ്പോൾ ജന്തർ മന്ദറിലേക്ക് പോലീസിൻ്റെ കൂടി അകമ്പടിയോടുകൂടി അഭിജിത്ത് ദീപ്കെ പുറപ്പെട്ടിരിക്കുന്നു. അല്പസമയത്തിനകം പ്രതിഷേധം ആരംഭിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രതിഷേധം. അൻബേദ്കറിൻ്റെ ചിത്രം ഉയർത്തിക്കാട്ടിയ അഭിജിത്തിന് വലിയ സ്വീകരണം എയർപോർട്ടിൽ ലഭിച്ചതും നമുക്ക് കാണാം. അങ്ങനെ കാറിൽ ജന്തർ മന്ദറിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു അഭിജിത്ത് ദീപ്കെ കയ്യിൽ അംബേദ്കറുടെ ഒരു ചിത്രം കൂടി ഉയർത്തിക്കാട്ടി ആണ് പുറത്തേക്ക് എത്തിയത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. നേരത്തെ പല ഘട്ടങ്ങളിലും ഈ പാർട്ടിയുടെ നിലപാടുകൾ സംബന്ധിച്ച ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. അങ്ങനെ ആദ്യം ഒരു വെബ്സൈറ്റിന് രൂപം നൽകി അവരുടെ ദർശനങ്ങളും ആശയങ്ങളും എന്താണ് എന്ന് പങ്കുവച്ചു. അതായത് പ്രത്യയശാസ്ത്രപരമായി ഒരു മതേതര സോഷ്യലിസ്റ്റ് ജാതിവിരുദ്ധ അഭിജിത്ത് ദീപ്കെ ജന്തർ മന്ദറിലേക്ക് പുറപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഒരു പ്രതിഷേധമുണ്ടാകും. വിമാനത്താവളത്തിന് തൊട്ട് മുമ്പാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയത്. വലിയ പങ്കാളിത്തം പക്ഷേ ഉണ്ടോ എന്നുള്ളത് സംശയകരമാണ്. നമുക്ക് കാത്തിരിക്കാം എത്രമാത്രം ആളുകൾ ഈ പാർട്ടിയുടെ ആഹ്വാനത്തെ തുടർന്ന് അവിടേക്ക് എത്തിച്ചേരുമെന്നൊക്കെ കാത്തിരിക്കാം. എത്രമാത്രം പേര് അവിടെ എത്തും എന്നുള്ളതൊക്കെയാണ് ഇനി അറിയേണ്ടത്. ഒരു വലിയ പ്രതിഷേധ ജ്വാല അവിടെ ഉണ്ടാകുമോ എന്നൊക്കെ ഉറ്റുനോക്കുകയാണ് രാജ്യം. കാരണം സമാനതകളില്ലാത്ത ഒരു കുതിപ്പാണ് സോഷ്യൽ മീഡിയയിൽ പ്രകടമാക്കിയത് CJP. എതിർത്തപ്പോഴൊക്കെ അത് വലിയ തോതിൽ കുതിച്ചുയർന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ അഭിജിത്ത് ദീപ്കയുടെയും CJPയുടെയും ആദ്യ പ്രതിഷേധത്തിന് അനുമതി നൽകാമെന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയത്. അനുമതി നിഷേധിച്ചാൽ ഒരുപക്ഷെ അത് കൂടുതൽ ശ്രദ്ധ നേടാനുള്ള സാധ്യത കൂടിയുണ്ടല്ലോ. VR കാർത്തിക് തുടരുന്നുണ്ട്. കാർത്തിക് എന്നാലും അതാ ജന്തർ മന്ദറിലേക്ക് തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ജന്തർ മന്ദറിലേക്ക് പോകുന്നു. എപ്പോഴാരംഭിക്കും?
അല്പസമയത്തിനകം തന്നെ ഈ പ്രതിഷേധം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 10 മണി മുതലാണ് പ്രതിഷേധത്തിന് അനുമതി നൽകുന്നത്. എന്തായാലും നിരവധി പ്രവർത്തകർ, നൂറുകണക്കിന് പ്രവർത്തകർ ഇതിനോടകം തന്നെ ജന്തർ മന്ദറിൽ കാത്തുനിൽക്കുന്നു. അവരുടെ മുന്നിലേക്കാണ് അഭിജിത്ത് ദീപ്കെ എത്തുന്നത്. നമുക്ക് കാണാൻ, ദൃശ്യങ്ങളിൽ കാണാം. കയ്യിൽ അംബേദ്കറിന്റെ ചിത്രം ഉയർത്തിക്കാട്ടി വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അഭിജിത്ത് ദീപ്കെ. സ്വാഭാവികമായും വരും മണിക്കൂറുകളിൽ ഈ പ്രതിഷേധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് രാജ്യവും ഉറ്റുനോക്കുന്നു. കാരണം വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് രൂപപ്പെട്ട ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയെ വിശ്വസിച്ച് എത്രത്തോളം പ്രവർത്തകർ അവിടേക്ക് എത്തുന്നു. എന്തായാലും ഡൽഹിയിലെ പല ഭാഗങ്ങളിൽ, ജന്തർ മന്ദറിലും കർത്തവ്യപഥത്തിലുമൊക്കെ, പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലുമൊക്കെ രാവിലെ തന്നെ ജൻസി കുട്ടികളുടെ വലിയ തോതിലുള്ള പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അവർ ഉയർത്തുന്ന വിഷയവും ശ്രദ്ധേയമാണ്. കാരണം നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ പരീക്ഷകൾ നടത്തിയ ക്രമക്കേട്, മാത്രമല്ല ആ പരീക്ഷകളുടെ മൂല്യനിർണ്ണയത്തിൽ വരുത്തിയ വീഴ്ച, ഇത് വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിയ ആശങ്ക, ഇത് പല വിദ്യാർത്ഥികളുടെയും ആത്മഹത്യയിലേക്ക് വരെ നയിച്ച സാഹചര്യം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ സജീവമായി പ്രതിഷേധിക്കാൻ CJP ആഹ്വാനം ചെയ്തത്. അതനുസരിച്ചുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. എന്തായാലും നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ അഭിജിത്ത് ദീപ്കെ അമേരിക്കയിലെ ബോസ്റ്റണിൽ നിന്നും ഡൽഹിയിലെത്തിയിരിക്കുന്നു. വിമാനത്താവളത്തിൽ ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ആ പോലീസ് ഉദ്യോഗസ്ഥർ സമാധാനപരമായി പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മറ്റ് ഉപാധികളുടെയും അടിസ്ഥാനത്തിൽ ഈ ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിന് അനുമതി നൽകിയിരിക്കുന്നു. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാവും പ്രതിഷേധം. ഈ പ്രതിഷേധം എങ്ങനെയാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ എന്ന ആകാംക്ഷയിലാണ് രാജ്യം. റൈറ്റ്, രാജ്യം ആകാംക്ഷയിലാണ്. വലിയ കൗതുകത്തോടുകൂടി ഉറ്റുനോക്കുകയും ചെയ്യുന്നുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഈ മൂവ്മെന്റ് അത് എത്രമാത്രം വലിയൊരു മൂവ്മെന്റ് മാറുമെന്നുള്ളതാണ് അറിയേണ്ടത്. VR കാർത്തിക്കാണ് ചേർന്നത് ന്യൂസ് ഡെസ്കിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.